ജൂൺ, ജൂലൈ, ചിങ്ങം, കന്നി. കന്നിയോ? അതെ, ഇനി മുതലിനെ അവിടെ നിർത്താൻ പറ്റില്ല. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ നല്ല വിശ്വാസ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി കുടുംബകലഹത്തിന്. ആരാ എന്താന്ന് വല്ലതും പറഞ്ഞു ആ കുട്ടി? അതിന് വാ തുറന്നു വല്ലതും പറയണ്ടേ? എന്ത് ചോദിച്ചാലും ഒരേ കരച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ചെയ്തു തന്ന സഹായത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. വലിയ ഉപകാരം. ആ പോട്ടെ പോടാ. സലീം കാ, അല്ല അഷ്റഫ് കാ, നിങ്ങൾ എന്താണ് അഷ്റഫ് കാ? അടക്ക്, സൈന്യത്തിനോട് ഞാൻ പറയാന്ന്. എന്നെ വിട്ടേക്ക് പ്ലീസ്. പോലെ ഞാൻ പറയട്ടെ. അല്ല നിങ്ങൾ പോവാണ്, പോയിട്ടോ. എന്തൊരു കഷ്ടം റബ്ബേ. സലീം കാ, സലീം കാ, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ആരാ എന്താ വെച്ചിട്ട് ആ കുട്ടിയോട്ട് മിണ്ടണമില്ല. നിങ്ങളാണ് ഈ ഇഞ്ചി അടിച്ച കുറങ്ങന്മാരിങ്ങനെ ഇരിക്കണോണ്ട് അതുകൊണ്ട് ചോദിച്ചല്ലേ? ഞാനല്ല. ആദ്യം നീ അവനെ വിളിച്ചിട്ട് എന്നാ വരാന്ന് നോക്കി, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ബാലൻസ് ഇല്ലല്ലോ, ഉണ്ടാക്ക പുലിവാലുകള്. ജീവട്ടാ, നിങ്ങൾ അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ, ഞങ്ങളിത് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഞാൻ നാളെ എത്തും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഉണ്ട്, വിശേഷം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാട്ടോ. ശരിടാ. മൂപ്പര് നാളെ എത്തുന്നു. വന്നിക്കണ് സലീം കാ, വന്നിക്കണ്. എന്താക്കും ഇങ്ങനെ ഇരിക്കല്ലേ? അപ്പൊ നാളെ കാണാം. ഓക്കെ. വരുന്നുണ്ട്. ആഹാ, രണ്ടാളിന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? റംലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് കാണും ഭർത്താവിന് ചട്ടിപ്പത്തിരിയും മുന്നേക്കായും കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഓ, നല്ല ചൂടിലാണല്ലോ. അത് നാട്ടിലെ ചൂട്. അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ചൂടില്ലാന്ന് തന്നെ പറയാം. പിന്നെ പോരുമ്പോ ഫ്രഷ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ പച്ചമാങ്ങ, പച്ചമാങ്ങ, നട്ടുമാവിലെ മാങ്ങ. എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരവല്ലേ? മസാല ദോശ വാങ്ങിയില്ലേ? മസാല ദോശ? നിങ്ങൾക്ക് എന്താ വാക്കോളുണ്ടോ? വാക്കോൾ എനിക്കല്ല, അകത്തൊരാൾ ഇരിപ്പുണ്ട്. അവക്കാ ചെല്ലും മാങ്ങയും തെങ്ങയൊക്കെ ആയിട്ട്. അവളോ? നിങ്ങളെ താമര ഓക്ക് ഗർഭുണ്ടെന്ന്. ഗർഭോ? എന്താ ഉണ്ണി കേട്ടിട്ടില്ലേ ഗർഭം? ചെല്ല്, നിന്നോട് അവൾ ആരാ എന്താന്നൊക്കെ പറയുള്ളൂ. എന്തായാലും ഞാനല്ല. ഈ തെണ്ടിയെ കൂട്ടിട്ട് പറ്റൂല. തമ്പുരാൻ ഒന്ന് ചെല്ലൂ. ശാപം. സലീമിക്ക சொன்னது நிஜமா? யாரு? അവൻ തന്നെ, അവൻ തന്നെ. നീ എന്നെ പുരുഷനില്ല. പെട്ടെന്ന് കേട്ടപ്പോ മன்னிச்சிடுங்க. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ.
നീ അതൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ ഒരു അല്ല ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാലോ അല്ലേ? വേണ്ട, ഓഫാക്കാം. അതെ, പറ്റിയത് പറ്റി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കും. താമര ഒഴിവാക്കി എനിക്കായിട്ടൊരു രക്ഷയും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാസ്പോർട്ടും വിസയില്ലാത്തൊരു പെണ്ണിനോട് ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റില്ല. ഇത് കേസേ ഗർഭ, അതും അവിഹിതം. അല്ലാതെ ഗ്യാസ് കയറി വയറുവരുത്തല്ല. ജീവട്ടാ, നിങ്ങൾ ഓളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക, എന്നിട്ട് ഇതൊന്ന് വേണ്ടാന്ന് വെക്ക്. ബെസ്റ്റ്. പറയാൻ എളുപ്പ, ഏതെങ്കിലും ഡോക്ടർ ചെയ്തു തരണ്ടേ? എടാ, അബോർഷനോടെ നിയമവിരുദ്ധാടാ പൊട്ടാ. ആണോ സലിംക്ക? നമുക്ക് ലേശം പൈനാപ്പിളും പച്ചപ്പപ്പായും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താലോ? ചിലപ്പോ ഡിലീറ്റ് ആയാലോ? ഡിലീറ്റ് ആവാനേ ഇത് മെസ്സേജ് കളിച്ചല്ല. മാത്രല്ല, പൈനാപ്പിളും പച്ചപ്പപ്പായും ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. അല്ല, നമ്മൾ എബിച്ചാന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? നമുക്ക് ഓരോടത്തൊന്ന് പോയാലോ? നമ്മളെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സഹായിച്ചാലോ? നീ എന്തെങ്കിലും ഒന്ന് പറ. സലിമിക്ക, ഈ അബോർഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലേ? നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞങ്ങക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒരു മാർഗമുണ്ട്, അതും റിസ്ക് ആണ്. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയെ നാട്ടിലേക്ക് വിടുക. എന്നിട്ട് തനിക്കും വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. അതും പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തിക്കണേ, പക്ഷെ ലേശം ടൈം എടുക്കും. അതെ, ഏതെങ്കിലും ഒരു ശ്രീലങ്കൻ പാസ്പോർട്ട് വന്നു കിട്ടണം. എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അതുവരെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം. ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടണവരെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഞാൻ ചെയ്തുതരാം. എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ. മതി, അത് മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അവളെ നാട്ടിലേക്ക് അയച്ചോളാം. അല്ലേ സലിമിക്ക? അതെ. ഈ കാസർഗോഡ് ഇബ്രാഹിം ഇതിനകത്താണ്. അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ എന്തിന്ന് അങ്ങടെ വിചാരോ? അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക ഒബാമേന്റെ പാസ്പോർട്ട് പോലും നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. മനസ്സിലായ അങ്ങക്ക്? പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേന്ന്. ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി 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 ശരി, പിടിക്ക്. എന്നത്തേക്ക് കിട്ടുമെന്നൊരു ഐഡിയ കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കായിരുന്നു. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അയ്യോ, എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. യാ അല്ലാഹ്, ഷേഖ് മുഹീദ്ദീൻ. അപ്പൊ മക്കളെ, തൽക്കാലം ആ കുട്ടീന്റെ 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 2000 ദിർഹവും 1/2 കിലോ മൂത്ത ഉരുളക്കിഴങ്ങും വാങ്ങി ഈ ചെക്കന്റെ കൈ കൊടുത്തിട്ട് നിങ്ങൾ വിട്ടോളി. പാസ്പോർട്ട് റെഡി ആവുമ്പോ വിളിച്ചറിയിക്കും. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ. എടോ, സീലുണ്ടാക്കാൻ ഈ ഉരുളക്കിഴങ്ങ് ബട്ടത്തി മുറിച്ച് അതിലല്ലേ എംബസിന്റെ സീല് കൊത്തി ഉണ്ടാക്കണത്. അല്ലാതെ സർക്കാർ ഉണ്ടാക്കണ പോലെ ആർട്ടിഫിഷ്യൽ റബ്ബറിലൊന്നും അല്ലത്. നാച്ചുറൽ ഉരുളക്കിഴങ്ങിലാണ് ഉണ്ടാക്കണത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് പറഞ്ഞുതരും കേട്ടാ. എനിക്ക് ഈ ഷെയ്ഖ് അൽബലാദി ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അലവലാതിയോ? അലവലാദി അല്ല, ഷെയ്ഖ് അൽബലാദീൻ. ഓക്കെ. സാധനം കിട്ടിയ ഡാ, താലി എവിടെ? അല്ല ഓരോടെ ഇതുവരെ റെഡിയില്ല. വാതിലിന്റെ മുട്ട
ഇല്ലേ അവൻ അടുത്ത കർമ്മണ്ടാക്കും. ആ അത് ശരിയാ. ഡാ, തുറക്ക. തമിഴത്ത് നല്ല മൊഞ്ചത്തിയായിട്ടുണ്ടല്ലോ. നിങ്ങളാ നല്ല മോഞ്ചനം. ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? രണ്ടുപേരും കയ്യും കന്നേ. ഇനി ഞാൻ ചൊല്ലണ മാതിരി ചൊല്ലണം കേട്ടോ. കടവുൾ സാക്ഷി, കടവുൾ സാക്ഷി, ഇന്ത നിമിഷം മുതൽ ഇന്ത നിമിഷം മുതൽ മരണം വരേക്കും മരണം വരേക്കും ഞങ്ങൾ ഒന്നായി സ്നേഹത്തോടെ വാഴ്ന്നിടുவோம். ഞങ്ങൾ ഒന്നായി സ്നേഹത്തോടെ വാഴ്ന്നിടുவோം. അൽ നിക്കാഹ. ഇനി തലയിട്ടിക്കോളൂ. അല്ലാ, അരെ ഭയ്യ ദോ ചായ്. ആ ആ നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ എത്ര വട്ടം ട്രൈ ചെയ്തെന്നറിയോ മൊബൈലില്. വില്ലയിലാണെങ്കിൽ ബെല്ലടിച്ചിട്ടാരും തുറക്കണമില്ല. എന്താടാ കാര്യം? ഞാനൊന്ന് നാട്ടിൽ പോവാ. വൈഫിന് നല്ല സുഖമില്ല. പെട്ടെന്ന് എത്താൻ പറഞ്ഞ് ഫോൺ വന്നിക്കണ്. വൈഫിന് എന്തു പറ്റി? എന്തോ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഭൂലോക പേടിത്തൊണ്ടിയാണ്. അപ്പൊ ഞാൻ അടുത്തുണ്ടെങ്കിൽ ചെറിയൊരു ധൈര്യമായിരിക്കും. ഏതായാലും പോവല്ലേ, അപ്പൊ ഓക്കും പിള്ളേർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി യാത്രയില്ല. ആ കുമാറിനോടൊന്ന് പറഞ്ഞേക്ക്. ഓക്കെടാ, വന്നിട്ട് കാണാം. ശരിടാ. ഇക്കാ പോവാനട്ടാ. പാവം ഭാര്യ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച ബേജാറായിട്ട് പോണത്. സത്യാവനറിഞ്ഞ ചങ്ക് പൊട്ടി മരിക്കും. എന്താ പ്രശ്നം? ആ മൂദേവി ഏതോ ഓട്ടോ ഡ്രൈവറെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന്. അയ്യോ, അപ്പൊ കുട്ടിയോള്? കാമം തലക്കി പിടിച്ച പിന്നെ എന്തു കുട്ടിയോള്? അവറ്റങ്ങളെ വീട്ടിലിട്ടിട്ടാ കാമുകന്റെ കൂടെ സുഖവാസത്തിന് പോയത്. ഈ മാതിരി തോന്നിവാസം കാണിക്കുന്ന പെണ്ണുങ്ങൾ അറിയുന്നില്ലല്ലോ. ഇവിടത്തെ ഈ കൊടും ചൂടിലും തണുപ്പിലും ചോര നീരാക്കിയ ഇവർക്കൊക്കെ പറയുമ്പോ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണെന്ന്. പന്നികള്. റംലത്തിനെ ഒന്ന് വിളിക്കട്ടെ. വീടിന്റെ മുമ്പിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡാണേ. അത് ചുമ്മാ ഇരിക്കും മനുഷ്യ. ഹലോ, നിങ്ങളെ പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട്. വേഗം വന്ന് വാങ്ങിച്ചോളി. ആഹാ. ബാക്കി കാശുമായിട്ട് നാളെ ഇവിടെ എത്തിക്കോളി. ആ ശരി, ഓക്കെ. ഓക്കെ. ഇബ്രാഹിം ചേ, പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ടോ? ആണോ? ആ, ബാക്കി പൈസ ആയിട്ട് നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുക. നാളെയോ? ലാസ്റ്റ് ചെക്കപ്പിൽ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ആകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇനി ബാക്കി പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ. ബ്ലേഡ് ഇരിക്കുകയല്ലേ, തലവെക്കാം. എന്റെ സലിമിക്ക, പോലീസും ബഹളമൊക്കെ നോക്കാം. പടച്ചോനെ, കലാകാരനെ പോലീസ് അംഗീകരിച്ചു. സലിമിക്ക, ഇനി എന്ത് ചെയ്യും? വേഗം വണ്ടി എടുക്ക. അല്ല, പാസ്പോർട്ട് അവനെങ്ങാനും നമ്മളെ കണ്ട കുഴപ്പമാണ്. വണ്ടി എടുക്ക. എടാ, വണ്ടി എടുക്ക. അൽഹംദുലില്ലാഹ്. എടാ, ഒന്ന് വേഗം വണ്ടി എടുക്ക. ഇച്ചായ, ഇവര് പറഞ്ഞത്ര എളുപ്പമല്ല കാര്യങ്ങള്. ഡെലിവറി ഡേറ്റ് ആവാൻ ഇനി വളരെ നിസ്സാര ദിവസമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു എന്ന് വിചാരിക്ക്. ചിലപ്പോ സിസേറിയൻ വേണ്ടിവരും. നമ്മൾ എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോകും? എടി, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതിന് ഹോസ്പിറ്റൽ എന്റെ സ്വന്തമൊന്നും അല്ലല്ലോ. ഏത് ഹോസ്പിറ്റലിൽ പോയാലും പാസ്പോർട്ടും വിസയും ഒക്കെ ചോദിക്കും. ഡെലിവറി കേസായതുകൊണ്ട് ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. പോരാത്തതിന് ഇവളാണെങ്കിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയും. അല്ല ഡോക്ടർ, വിവരക്കേടാണെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനൊരു സൗകര്യം ചെയ്തു തന്ന ആൾക്കാരറിയാതെ ഡെലിവറി നടത്താൻ പറ്റുമോ? സലീമ, ഇത് പഴയ കാലമൊന്നുമല്ല വീട്ടിൽ പോയി പേരെടുക്കാൻ. ഞാൻ വൈറ്റാട്ടിയും അല്ല.
ഡോക്ടറുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഡോക്ടറുടെ പേര് ഞങ്ങൾ അതിലേക്ക് വലിച്ചഴക്കില്ല. ഇവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞാണ് സത്യം. ഞങ്ങളെ സഹായിക്കണം പ്ലീസ്, പ്ലീസ്. ആ പറയടി. ജീവൻ എങ്ക இருக்க? வலிக்குது ஜீவன், என்னால முடியல. നീ പേടിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം, പെട്ടെന്ന് വരാം. வா, சீக்கிரம் வா. ആ ശരി. പേടിക്കണ്ട, ഡോക്ടർ ഇപ്പൊ വരും. ധൈര്യമായിട്ടിരിക്കും. എന്തായി? ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ജീവട്ടനോടെ? അവനകത്തുണ്ട്. ഇനി ഈ കരച്ചിലും ബഹളം കിട്ട് പുറത്തുനിന്നായിരിക്കും വരുമെന്ന് എന്റെ പേടി. ഡോക്ടറായിരിക്കും, തുറക്ക്. അയ്യോ, എന്താണ്? സലീംക്ക, പോലീസ്. പോലീസോ? ആ, പടച്ചോനെ. ഇനിയിപ്പോ താമര ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതായിരിക്കോ? അല്ലാ. അയ്യോ, എന്താക്കും? ജീവ, ജീവ, തുറക്കടാ, വാതിൽ തുറക്കടാ. എന്താ? പുറത്ത് പോലീസാ. പോലീസോ? എന്താണെന്നറിയില്ല. എന്തായാലും തുറക്കാൻ പോവാ. ഒരു കാരണവശാലും അവളുടെ ശബ്ദം കേൾക്കരുത്. അല്ല, അത് അടക്കേ, അടക്കാം, അടക്കടാ. തമരെ, കുറച്ചേരം ശബ്ദം കുറച്ച്. Assalamu alaikum. Walaikum assalam. How many people's in this room? Three. Where's the third one? Gone duty. Show me your pataka. Do you know the Pakistani residing in your opposite villa? No, sir. We are Indians. India, Pakistan, no connection. Right? Okay, he's missing. Oh. Anyway, thanks. What's that sound? Drink some water. Thank you. ഇനി നിർത്തിക്കോ. വാ, ജീവ, തുറന്നോ. പോലീസ് പോയി, തുറന്നോ. എന്തിനാ വന്നേ? അപ്പുറത്തെ പാകിസ്ഥാനെ കാണാനില്ലെന്ന്. വാതിലടച്ചോ. ഡോക്ടർ വാ, വാ. വേഗം അടച്ചോ. ഇവിടെയാ. ജീവ, ജീവ, പേടിക്കണ്ട. ജീവ. ഡോക്ടർ, ഇച്ചായ, എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ചെല്ല്. കർത്താവ് കാത്തോളൂ. ഷെർലി വാ. ഷെർലി, ആ ബാഗിൽ നിന്ന് എടുത്ത് വെക്ക്. ശരി. ജീവ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. ആ വാതിലടച്ചേക്ക്.
തള്ളേ എന്ന് പിടിച്ചേ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം ശരി. ഒന്ന് പെട്ടെന്ന് വരാം. റിലാക്സ്. കരയില് തവറ. മുറുക്കെ പിടിക്കും. ഓക്കെ തമര. പുഷ് പുഷ് പുഷ്. തമര. ഏയ് ബിലീവ് മീ. ആ തമര ട്രൈ. തമര പുഷ്. തമര യു ക്യാൻ.